ഹായ് ഗൈസ്, അപ്പം നമ്മള് പാന്തല്ലൂർ ടൗണാണ്. ആരാണ് വരുന്നത്? അവിടെ ഒന്നും കാണില്ല. സ്കോഡ കയറി വരികയാണ്. അപ്പൊ നമ്മൾ ഇന്നിപ്പം ഇവിടെ തോപ്പൻസ് എന്ന് പറഞ്ഞൊരു ഫാം സ്റ്റേയില് സ്റ്റേ ആക്കി. നല്ല രസമാട്ടോ കാണാൻ. കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫുഡ് നേരത്തെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ റൂം ക്ലീൻ ചെയ്യുന്നേ ഉള്ളൂ. തണുണ്ടിട്ടോ വരും കാണിക്കാം. വലിയ വിൻഡോകളാട്ടോ. ഇത് വലിയൊരു ബെഡ്. ഇത് എക്സ്ട്രാ ഉണ്ട്. എത്ര വരുന്നുണ്ട് എക്സ്ട്രാ ബെഡ്? ഇതൊന്നും വേറെ അവൈലബിൾ അല്ല. ഈ റൂമിന്റെ തന്നെ മാത്രമാണ് നമുക്ക് വരുന്നുള്ളൂ. ഒരു ഫാൻ, വൈഫൈ ഉണ്ട്. ഇത് അലമാര. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒരു പാർട്ടീഷൻ പോലെ നോക്ക്. ഇത് വന്നു കഴിഞ്ഞാൽ തുണിയൊക്കെ ഇടാനായിട്ടൊരു സ്റ്റാൻഡ്, ഒരു വാഷ് ബേസിൻ, ബാത്റൂം നല്ല നീറ്റ് ബാത്റൂം. നമുക്ക് ഇതൊരൊറ്റ വ്ളോഗായിട്ട് ഈ ഫാം സ്റ്റേയും ഇതുമായിട്ട് കാണിച്ചു തരാം. അപ്പം ഇന്നിപ്പോൾ നടക്കാൻ വയ്യ, നാളെ നടക്കാം. ഒരുപാട് നടന്ന് ചത്തായി. ഇനി നാളെ ബൈ ബൈ, ടാറ്റ, ഗുഡ് നൈറ്റ്. ഞങ്ങളൊരു ചായ ഒക്കെ കുടിക്കട്ടെ. ചായ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ചായ കുടിക്കണം. റിസ്ക് ചെയ്യണം അതിനാ ചായക്കൾക്ക് ഫുഡ്. പിന്നെ ഇവിടെ വരുന്നവര് ഇവിടെ ഇവര് ഫുഡ് ഉണ്ടാക്കി തരും കേട്ടോ. ഇവിടെ ഈ അങ്കിളും ആൻറ്റി അവർ ഫുഡ് ഉണ്ടാക്കി തരും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെ കാണിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ താഴേക്ക് പോയി കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കടകള്. അല്ലെ പിന്നെ നമ്മൾ പറയുന്നതനുസരിച്ച് താഴെ കുഞ്ഞു കടകൾ, താഴെ ഒരു ചപ്പാത്തിയും ചിക്കൻ കറി കിട്ടുന്ന സ്ഥലമുണ്ട്. നമ്മൾ പറയണം, പോയി പിന്നെ പോയി കളക്ട് ചെയ്യണം. അതല്ലെങ്കിൽ ഇവിടെ ഇവരോട് പറഞ്ഞ് ഉണ്ടാക്കി തരും. അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഒരുപാട് ഗ്യാങ് ആയിട്ട് വന്നാൽ ചെയ്യാം. നമ്മളിപ്പോൾ 1 കിലോമീറ്റർ താഴെ പോയിട്ടാണ് ചപ്പാത്തിയും കറി അങ്ങനത്തെ സാധനങ്ങൾ മേടിച്ച്. നല്ല തണവാ. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റൊരു ചായ കുടിക്കാൻ വേണ്ടി വന്നത്. ഇവിടെ ഒരു കിടിലൻ ടീ സ്പോട്ട്. ഇവിടുത്തെ ചേച്ചി പറഞ്ഞത്, ഞാൻ ചോദിച്ചു ഇപ്പോഴാണോ ഏറ്റവും തണവുള്ള സീസൺ എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ജനുവരി ഫെബ്രുവരി ഒക്കെയാണ് നല്ല തണവെന്ന്. പക്ഷെ ആ ചേച്ചി പറയാം ഇപ്പോൾ തണവ് കുറവാണ്. പക്ഷെ എനിക്ക് നിൽക്കാൻ പറ്റില്ല, കൈയും കാലൊക്കെ തണുത്തും മരയിച്ച് ഇരിക്കുക. ഇവൻ അവിടെ നിന്ന് തുടങ്ങി എൻ്റെ കൂടെയുണ്ട്. മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തുടങ്ങി എൻ്റെ കൂടെയുണ്ട്. ചായക്കട വരെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. എന്തിനാന്ന് എനിക്കറിയില്ല. ഇവന് ഇവിടെ തന്നെ ഗസ്റ്റുകളുടെ എല്ലാവരെയും കൂടെ അങ്ങനെ നടക്കുമെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. കാന്തല്ലൂരിലെ ഗുഡ് മോർണിംഗ്. ഞാൻ തോട്ടം കാണാൻ പോയി. രാവിലെ പോയി. നല്ല തണുപ്പുണ്ട്. ഇത് ജബോട്ടിക്ക് കഴിക്കണതാണോ? ബ്ലാക്ക് സപ്പോട്ട ഇല്ല, കഴിക്കാനല്ലേ? അരിയും. ശേഷം ഓറഞ്ചൊക്കെ ശരിക്കും നമ്മൾ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ ഇന്നലെ പറഞ്ഞ ഹെവൻ. തോട്ടല്ലേ? ഇല്ല, കാണിച്ചത് മറ്റേ സാധനടാ, മറ്റേ മൽബറിയുടെ അതല്ലേ ഇത്? മറ്റേ സാധനടാ, മറ്റേ കുരുള്ള. അങ്കിള് ഇത് പഴുത്തതാണോ? ഇതെന്തിട്ട് ഇത് ഈ പുളിഞ്ചി പോലെ നിൽക്കണേ? അല്ല, ഇത് പ്ലം. ആ, അത് വാൾനട്ട്. ആ, അപ്പുറത്ത് വാൾനട്ടുണ്ട്. കായ്ക്കുന്ന സമയത്ത് ഒന്നും കിട്ടില്ലായിരിക്കും. ആ, ഇത് പാഷൻ ഫ്രൂട്ട്.
ഇരിക്കുന്ന സാധനം മരത്തക്കാളിയോ? പാഷൻ ഫ്രൂട്ട്. മരത്തക്കാളി. പാഷൻ ഫ്രൂട്ട് മരത്തക്കാളി അല്ല, പാഷൻ ഫ്രൂട്ട് അത്. ഇത് ബ്ലാക്ക്ബെറി. ഇത് ശരിക്കും പഴുത്തേം ഇത് കറുത്ത കളറാവുന്നാണ് ഇന്നലെ വന്ന ചേച്ചി പറഞ്ഞത്. ഇത് ഫുള്ള് ബ്ലാക്ക്ബെറി തോട്ടം. അതിൽ തന്നെ തോട്ടം എൻ്റെ തോട്ടമാണിത്. ആ, മാളുവിൻ്റെ തോട്ടത്തിൽ മാളു വന്നേക്കാണ്. കുറച്ച് നേരത്തേക്കുള്ളൂ മാളുവിൻ്റെ തോട്ടം. എല്ലാവർക്കും ഞങ്ങളുടെ തോട്ടത്തിലേക്ക് സ്വാഗതം. നമ്മുടെ തോട്ടം ഞങ്ങളുടെ തോട്ടം ഇന്നത്തേക്ക് നമ്മുടെ തോട്ടം. ഞാൻ ആദം, നീ ഹൗവ. ഇത് നമ്മുടെ തുണിയില്ല. ഇത് നമ്മുടെ ഏതം തോട്ടം അല്ലേ? ഓറഞ്ച് ആയിട്ട് ശരിക്കും താഴേക്കൊക്കെ നിൽക്കണേ. ഇത് ഫുള്ള് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അവിടെ ഇങ്ങനെ ഉണ്ട് നടന്നു വരാനുണ്ട്. ഞാൻ നടന്നു വന്നില്ല, ഇവൻ കുറേ വന്നു. ഇനി എനിക്കൊന്ന് നടക്കിറങ്ങണം. നമുക്ക് ഇതേപോലെ ഒരു ഏതം തോട്ടം വേണ്ടേ? യൂട്യൂബ് വരുമാനം കൊണ്ട് മേടിക്കാം. അതിന് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ രക്ഷപ്പെടട്ടെ, നിങ്ങൾക്കൊക്കെ ജോലി തരാം. ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇനി തുടങ്ങണം. ഇനി സ്ട്രോബെറി തോട്ടം കാണണം. 2 വെള്ളച്ചാട്ടം. ഇവിടെ സ്ട്രോബെറി തോട്ടം ഉണ്ട്. ആ മുകളിലേക്ക് പോകണം. പിന്നെ കരിക്കലല്ല, കരിമ്പ്. വിടാൻ നോക്കാം. തിരിച്ച് വീട്ടിൽ പോകണം. വീണ്ടും പഴയ പോലെ പണി വീട്.